കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ പുനരാരംഭിച്ചു. മെഷീൻ തകരാർ പരിഹരിച്ചു. അടുത്ത ദിവസം മുതൽ സാധാരണ നിലയിൽ പ്രവർത്തനം തുടങ്ങുമെന്ന അധികൃതർ. മെഷീൻ തകരാറിനെക്കുറിച്ച് ന്യൂസ് മലയാളം വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി കണ്ണൂരിൽ നിന്നും നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, എപ്പോഴാണ് ഈ ഒരു ശസ്ത്രക്രിയ പുനരാരംഭിച്ചത്? പൂർണ്ണമായ രീതിയിൽ ശസ്ത്രക്രിയ പുനരാരംഭിച്ചിട്ടുണ്ടോ? കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയ പുനരാരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ മെഷീൻ തകരാർ പരിഹരിച്ചത്. നമ്മൾ മിനിഞ്ഞാന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഹൃദയ ശസ്ത്രക്രിയ പൂർണ്ണമായും നിലച്ചു എന്ന വാർത്ത നൽകുന്നത്. 3 മെഷീനുകൾ ഉണ്ടായിരുന്നതിൽ ആ 3 മെഷീനുകളും തകരാറിലാകുന്ന സാഹചര്യത്തിലായിരുന്നു ശസ്ത്രക്രിയാ നടപടികൾ നിലയ്ക്കുകയും രോഗികളെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വാർത്തകൾ വന്ന ഉടൻ തന്നെ അധികൃതർ കാര്യക്ഷമമായ ഇടപെടൽ നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ തകരാറിലായ മെഷീന്റെ പാർട്സ് എത്തിച്ച് ആ മെഷീൻ തകരാർ പരിഹരിച്ച് ഇന്നിപ്പോൾ ഹൃദയ ശസ്ത്രക്രിയ ഭാഗികമായി ആരംഭിക്കാൻ അവിടെ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് 6ഓളം രോഗികൾക്ക് ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തി എന്നാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് അറിയാനാവുന്നത്. നാളെ അല്ലെങ്കിൽ മറ്റന്നാളോടുകൂടി പൂർണ്ണതോതിൽ ഈ ചികിത്സ നൽകാനുള്ള ഹൃദയ ശസ്ത്രക്രിയകൾ നടത്താനുള്ള സാഹചര്യമുണ്ട് എന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് എടുത്തു പറയാതെ പോകാനാവില്ല. കാരണം 3 മെഷീനുകളാണ് അവിടെ ഉള്ളത്. 2 മെഷീനുകൾ നേരത്തെ തകരാറിലാവുകയും 1 മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു. ഒരു രോഗിയെ ശസ്ത്രക്രിയക്ക് കയറ്റിയ സമയത്തായിരുന്നു ആ മെഷീൻ തകരാറിലായത്. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് ഈ ബന്ധപ്പെട്ട അധികൃതർ ഇടപെടുകയാണെങ്കിൽ പരിഹരിക്കാവുന്ന തകരാറായിരുന്നു. പക്ഷെ അത് ഇടപെട്ടില്ല. നമ്മൾ ആ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അധികൃതർ കാര്യക്ഷമമായ ഒരു ഇടപെടലിലേക്ക് പോകുന്നത്. അങ്ങനെ ആ മെഷീൻ തകരാർ പരിഹരിച്ച് ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയ പുനരാരംഭിച്ചിരിക്കുന്നു. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ പൂർണ്ണതോതിൽ രോഗികൾക്ക് അവിടെ നിന്ന് ചികിത്സ ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വളരെ സാധാരണക്കാരായ ആളുകൾക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക്, കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വലിയ ആശ്വാസമായിരുന്നു. മറ്റ് സ്വകാര്യ ആശുപത്രികളിലെ ഭാരിച്ച ചികിത്സാ ചെലവ് താങ്ങാനാവാതെ ബുദ്ധിമുട്ടിലാകുന്ന കാര്യമൊക്കെ നമ്മൾ ആ വാർത്തയിൽ പ്രതിപാദിച്ചതാണ്. ഏതായാലും ഇപ്പോൾ അധികൃതർ കാര്യക്ഷമമായി ഇടപെട്ടിരിക്കുന്നു. ആ പ്രശ്നത്തിന് പരിഹാരമായിരിക്കുന്നു. അടുത്ത ദിവസം മുതൽ പൂർണ്ണതോതിൽ തന്നെ അവിടെ ഹൃദയ ശസ്ത്രക്രിയകൾ ആരംഭിക്കുമ്പോൾ ഏകദേശം 300ഓളം രോഗികൾക്ക് ഗുണകരമാകുന്ന ഒരു തീരുമാനമായി അത് മാറുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അത്തരത്തിൽ ജനങ്ങൾക്ക് നേരിട്ടിരുന്ന വലിയൊരു ബുദ്ധിമുട്ടിന് ഏതായാലും പരിഹാരമാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ശരി.